ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹീറ്റ് അല്ലെങ്കിൽ താപത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. താപം എന്ന് പറഞ്ഞാൽ ഹീറ്റ്. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? താപം ഒരു ഊർജ രൂപമാണ്. ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. അതുപോലെ പറയുകയാണെങ്കിൽ താപത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? താപത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് തെർമോഡൈനാമിക്സ്. താപത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആൻസർ തെർമോഡൈനാമിക്സ്. സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻസർ തെർമോഡൈനാമിക്സ്. സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻസർ തെർമോഡൈനാമിക്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സൂര്യന്റെ ഊഷ്മാവ് എത്രയാണെന്ന് പറയുമ്പോൾ സൂര്യന്റെ ഊഷ്മാവ് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യന്റെ ചൂട് അല്ലെങ്കിൽ സൂര്യന്റെ ഊഷ്മാവ്. ടെമ്പറേച്ചർ ഓഫ് ദ സൺ 5500 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ തിളയ്ക്കുന്ന വെള്ളത്തിന്റെ ഊഷ്മാവ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഓഫ് ബോയിലിംഗ് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ പ്രഷർ കുക്കർ എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഓഫ് പ്രഷർ കുക്കർ 120 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ടങ്സ്റ്റൺ എത്രയാണ്? ടങ്സ്റ്റൺ 3410 ഡിഗ്രി സെൽഷ്യസ്. 3410 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റൺ 3410 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഈ ഇലക്ട്രിക് ഓവന്, അയൺ ബോക്സ് തുടങ്ങിയവ. ഇലക്ട്രിക് ഓവൻ ആൻഡ് അയൺ ബോക്സ് ആർ the device used to convert electric energy to heat energy. വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രിക് ഓവനും അയൺ ബോക്സും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഏതാണ്? തെർമോമീറ്റർ ആണ്. The device used to measure temperature. Answer തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. Thermometer was discovered by Galileo. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ വാസ് ഡിസ്കവേർഡ് ബൈ തോമസ് ആൽബർട്ട്. അതുപോലെ തന്നെ കരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏതാണ്? ചാലനം. കരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ചാലനം. ദ്രാവകങ്ങളിൽ താപം പ്രസരിക്കുന്നത് സംവഹന പ്രക്രിയയിലൂടെയാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് എങ്ങനെയാണ്? വികിരണം. ഓർത്ത് വെച്ചുകൊള്ളുക. ചാലനം, സംവഹനം, വികിരണം. കേട്ടോ. അതുപോലെ തന്നെ താപത്തിന്റെ പ്രധാന സ്രോതസ് ഏതാണ്? മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ്. ആൻസർ എന്താണ്? ദ സൺ. മെയിൻ സോഴ്സ് ഓഫ് ഹീറ്റ് ദ സൺ ആണ്. അതുപോലെ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആൻസർ ദ സൺ. മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് ആൻസർ എന്താണ്? ദ സൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. താപത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ എന്തായാലും 273
കൂട്ടിയാൽ മതി. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുവാൻ 273 കൂട്ടിയാൽ മതി കേട്ടോ. 273 ആഡ് ചെയ്താൽ 273 ആണ് ഡിഗ്രി സെൽഷ്യസ് കൺവെർട്ടഡ് ടു കെൽവിനായിട്ട് മാറും. അതുപോലെ തന്നെ ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കേട്ടോ. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കെൽവിനാണ്. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻസർ കെൽവിൻ. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, താപത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പം ദീപം ലോ അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. ദീപം ലോ അക്കാഡമിയിൽ നിന്നുള്ള ഏത് സ്റ്റുഡൻസിനും ഈ വീഡിയോ കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്.